ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ല പൊരിച്ച കോഴി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വെക്കുന്ന ബിരിയാണിയിലേറെ ഇരട്ടി ടേസ്റ്റാണ് ഇങ്ങനെ പൊരിച്ച കോഴി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ കോഴി ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പൊരിച്ച കോഴി ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലത്തെ മസാലകളോ ഓവർ മസാലകളോ ഒന്നും വേണ്ട. അത് വിചാരിച്ച് ജസ്റ്റ് ഒരു ഉപ്പും മുളകും മാത്രം ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മാത്രം ഫ്രൈ ചെയ്താലും ചിക്കന് അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ചെറിയ മസാലയിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അല്പം കറിവേപ്പിലയും പിന്നെ ഒരു നാരങ്ങയുടെ ഒരു ഹാഫ് പോർഷനും കൂടി മുഴുവനായിട്ട് പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇതാക്കിയെടുക്കരുത് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഉപ്പുണ്ടോ, അതുപോലെ എരിവിനനുസരിച്ചുള്ള എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്താൽ മതി. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് അതിലൊന്ന് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പൊരിച്ച ചിക്കൻ ബിരിയാണിയുടെ പണി എന്ന് പറയുന്നത് ഈ ഒരു ഫ്രൈ ചെയ്യലാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. അപ്പോൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈമാണ് കൂടുതൽ ഒരു ടൈമായിട്ട് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ബിരിയാണി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ഉള്ളി ഒന്നും മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാറില്ല. ഇപ്പോൾ പൊരിച്ച ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള മസാലയ്ക്കുള്ള ഉള്ളി മുഴുവനായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് എണ്ണയിൽ പൊരിച്ചിട്ട് എണ്ണയൊന്നും വേസ്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു എണ്ണയിൽ തന്നെ ചിക്കനും എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചിക്കനും ഒരു ചട്ടിയിൽ ഇങ്ങനെ ഈ ഒരു ഉള്ളിയും വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എണ്ണ വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ, കുറച്ച് നേരം ആയാലും ഈ ഒരു ചട്ടി തന്നെയാണ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കരുത്. കാരണം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഒരു എണ്ണയിൽ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചിക്കൻ്റെ മസാലയുടെ കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് വേണം ഉള്ളി ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞെടുക്കുമ്പോൾ നല്ല നൈസാക്കിയിട്ട് കട്ടിയില്ലാതെ അരിഞ്ഞെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് വേണം അതിലോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ. പിന്നെ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോൾ അത് ശരിയായ രീതിയിലൊന്നും ഫ്രൈ ആയി കിട്ടില്ല, പിന്നെ എണ്ണ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 4 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് പറയാൻ വിട്ടുപോയി. ഒരു വലിയ 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി കാഷ്യൂ നട്ട്സും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നെയ്യിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഞാനിവിടെ ആ ഒരു മുന്തിരിയും കാഷ്യൂ നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലോട്ട് ഞാൻ ആ ഒരു റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് പുറം ഭാഗം ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് എടുക്കില്ല, എങ്കിലും ഒരു നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കലുണ്ട്. അപ്പോൾ ഞാൻ
ഈ ഒരു കുഞ്ഞു ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് പീസൊന്നും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. കാരണം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു എണ്ണയിൽ മുങ്ങി കിടന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഒരു കുഞ്ഞു ചട്ടി ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തീ കുറവാണ് അല്ലെങ്കിൽ ചൂട് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. അങ്ങനെ ആ ഒരു ചൂടിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഫ്രൈ ചെയ്തിട്ട് കരിയിച്ചെടുക്കരുത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. അങ്ങനെ ചിക്കനൊക്കെ മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരടുപ്പത്ത് ഞാൻ മസാലയും റെഡിയാക്കാനായിട്ട് വെക്കും. ഒരടുപ്പത്ത് റൈസിനുള്ള ബിരിയാണി പോട്ടും വെക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് ബിരിയാണി റൈസാണ് കേട്ടോ എടുക്കുന്നത്. ഏകദേശം ഒരു 6 ആൾക്കൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള റൈസ് ഉണ്ടാവും. അപ്പോൾ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. കപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടീ കപ്പ് ഉണ്ടല്ലോ, ആ ഒരു കപ്പിലാണ് കേട്ടോ അളന്നെടുത്തിട്ടുള്ളത്. അതിലോട്ട് അപ്പോൾ ഞാൻ ഗീ ഒഴിച്ചിട്ടുണ്ട് ഫസ്റ്റ്. അതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദമ്മിടുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും പിന്നെ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കുറച്ച് യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നെയ്യ് കുറച്ച് ആഡ് ചെയ്തിട്ട് ബാക്കി ഓയിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ആ ഒരു നെയ്യിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം 2 കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, പിന്നെ ഒരു 3 ഏലക്ക അതും കൂടി എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പൊതുവെ എല്ലാവരും 2 കപ്പ് വെള്ളമാണ് 1 കപ്പിന് എടുക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ 1.5 കപ്പാണ് എടുക്കാറുള്ളത്. ഞാൻ പൊതുവേ കുക്കറിലാണ് ഫസ്റ്റ് നെയ്ച്ചോറ് പോലെ വേവിച്ചെടുത്തിട്ട് ബിരിയാണി ദമ്മിടാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെയും ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ബിരിയാണി പോട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ 2 കപ്പാണ് എല്ലാവരും. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കാറുള്ളത്. പക്ഷെ ഞാൻ 1.5 കപ്പാണ് എടുക്കാറുള്ളത്. പിന്നെ പല റൈസും പല വേവായിരിക്കും. ചില റൈസിന് വേവ് കൂടുതലായിരിക്കും, ചില റൈസിന് വേവ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ അരി എങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഈ അരി കുറച്ച് വേവ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ 1.5 കപ്പേ എടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ വേവ് കുറവായതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഞാൻ പൊതുവേ ഈ ബിരിയാണി റൈസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് എടുക്കുമ്പോൾ ഞാൻ പൊതുവേ 1.5 കപ്പ് തന്നെ എടുക്കാറുള്ളൂ. ഈ അരി ഒന്ന് കഴുകി എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ടാണ് ഞാൻ ഈ ഒരു തിളച്ച വെള്ളത്തിലോട്ട് നന്നായിട്ട് വെള്ളം വാർത്തിട്ട് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ പൊതുവേ ജീരകശാല റൈസ് എടുക്കുമ്പോൾ 1.5 കപ്പാണ് എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അത് കറക്റ്റ് എല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് റൈസിനനുസരിച്ച് എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൊണ്ടു. എന്നിട്ട് വെള്ളത്തിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഒരു നാരങ്ങയുടെ നീരും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ഫ്ലെയിം ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തിളച്ച് വരുമ്പോൾ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് അവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക.
ഇതിലോട്ട് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊടികളാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടികളായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് വലിയ കളറൊന്നുമില്ല കേട്ടോ, ഞാനിപ്പോൾ ഇവിടുന്ന് വാങ്ങിയതാണ്. ആ പൊടികളൊക്കെ ഒന്ന് ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിരിയാണിയിലോട്ട് 4 വലിയ ഉള്ളിയും 3 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫസ്റ്റ് ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊരിച്ച ചിക്കൻ ബിരിയാണിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണ് വറുത്തെടുത്തിട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മളൊന്ന് ഈ ഒരു തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഈ ഒരു തക്കാളി ഒന്ന് വേവിച്ചെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഉള്ളിയും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്ത് വരാം. മസാല തയ്യാറാക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഈ റൈസും കൂടി ഒന്ന് നോക്കണം കേട്ടോ, അത് മറന്നു പോകരുത്. ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്നിങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കറക്റ്റ് വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റ് വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ട് റൈസ് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കരുത്. ഒരു 1/4 ഭാഗം വേവായാൽ ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. മുഴുവനായിട്ട് വേവിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് 1/4 ഭാഗം വേവാകുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ദമ്മിടുമ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ ആ റൈസ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ അതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാല തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്. കുറച്ച് നമ്മൾ ആ ഒരു ബിരിയാണി ദമ്മിടുമ്പോഴും ബിരിയാണിയുടെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കണം. ആ കാഷ്യൂ നട്ട്സും മുന്തിരിയും കുറച്ച് ഉള്ളിയും കൂടി ഒന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ള ഉള്ളിയൊക്കെ ഒരു 1/4 ഭാഗം ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ കയ്യിൻ്റെ ഒരു പിടി മല്ലിച്ചപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിയില, പിന്നെ പുതിനയിലും കൂടി ഇട്ട് കൊടുക്കണം. പുതിനയില ഈ മല്ലിയിലേൻ്റെ അത്രക്കൊന്നും വേണ്ട കേട്ടോ, അതിൻ്റെ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം, അര ഭാഗം മതി. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയില എടുക്കുമ്പോൾ അതിൻ്റെ ഇല മാത്രം എടുക്കാൻ നോക്കുക, അതിൻ്റെ തണ്ടൊന്നും ഒഴിവാക്കുക കേട്ടോ. തണ്ടിൻ്റെ കൂടെ അരിഞ്ഞെടുത്താൽ ചിലപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. തൈര് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ, ഞാൻ ആഡ് ചെയ്ത് കൊടുക്കലില്ല. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതി. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ യോഗേട്ട് ആയതുകൊണ്ട് തന്നെ വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. എന്നിട്ട് ഇതിലോട്ട് പുളിക്ക് ആവശ്യത്തിനുള്ള നാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കുക. ഒരു നാരങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പുളിയൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ പൊടികളുടെ കൂടെ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഞാനത് പറയാൻ വിട്ടു പോയതാണ്. ഉപ്പ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഉപ്പിൻ്റെ അളവൊന്നും നമ്മൾ കറക്റ്റ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പിടാൻ പറയാൻ മറന്നു പോയത്. ഇപ്പോൾ നമ്മൾ മസാലക്കുള്ള എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ. നമ്മൾ ചിക്കനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിച്ച് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ മസാലയൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് മസാലയിൽ ഇളക്കി എടുത്തിട്ട് ആ മസാലേൻ്റെ ടേസ്റ്റ് ഒന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക, സിമ്മിലിട്ട് വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് വേണം ഇനി നമുക്ക് ബിരിയാണി ദം ഇടാൻ വേണ്ടിയിട്ട്.
ബിരിയാണി ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബിരിയാണി പോട്ടിൽ തന്നെയാണ് ദമ്മിടുന്നത്. ഇതിലുള്ള റൈസ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിലാണ് എനിക്ക് ബിരിയാണി ദമ്മിടാൻ പാകത്തിനുള്ള ഒരു ബിരിയാണി പോട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അടിയിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് നെയ്യൊന്നിങ്ങനെ പുരട്ടി കൊടുക്കുക, അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല അടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പൊരിച്ച ബിരിയാണി കഴിക്കുമ്പോൾ മസാലയോട് കൂടിയിട്ടുള്ള ബിരിയാണി അങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. പക്ഷേ ഇവിടെ റെൻകാക്കും ഇനിയിപ്പോൾ മക്കൾക്കാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് മസാല ദമ്മിട്ട് കഴിഞ്ഞിട്ട് മസാല വേറെ ആയിട്ടും റൈസ് വേറെ ആക്കിയിട്ടും എടുക്കണം. അല്ലെങ്കിൽ മക്കൾക്ക് ചെറിയ മോനൊക്കെ ഒന്ന് റൈസ് കഴിക്കുമ്പോൾ എരിവ് പറ്റില്ല, തീരെ പറ്റില്ല കേട്ടോ. പിന്നെ റെൻകാക്കാണെങ്കിൽ മസാല സെപ്പറേറ്റ് ആയിട്ട് വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മസാല മുഴുവനായിട്ട് അടിയിലിട്ട് കൊടുക്കുന്നത്. എനിക്ക് റൈസിൻ്റെ ഒപ്പം ആ ഒരു കിട്ടുന്ന ബിരിയാണിയാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അടിയിൽ ഈ ഒരു മസാല കുറച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള റൈസും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ദമ്മ് പൊട്ടിക്കുമ്പോൾ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരും. അങ്ങനെയാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മസാല വേറെ റൈസ് വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് മസാല മൊത്തത്തിൽ അടിയിലിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഴയില ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു വാഴയില വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ ഇട്ട് കൊടുക്കരുത്, കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാലെടുത്തിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കളറിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് 2-3 ഡ്രോപ്സ് ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി കുറച്ച് ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ റൈസിൽ നെയ്യ് ഓയിലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ ഈ റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അല്പം ബിരിയാണി മസാലയും കൂടി ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്, ഒരു കുത്തൽ വരും കേട്ടോ. ഇനിയിപ്പോൾ ബിരിയാണി മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗരം മസാല മുകളിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ റൈസ് മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ആ ഒരു കാഷ്യൂ നട്ട്സും മുന്തിരിയൊക്കെ ഒന്ന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ആ ചിക്കൻ്റെ ഓയിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ അതിൻ്റെ അടപ്പ് വെക്കുന്നതിൻ്റെ മുമ്പായിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ടാണ് അടച്ച് വെക്കാറുള്ളത്. കാരണം ഇതിൻ്റെ ആവിയൊന്നും കുറച്ച് പോലും പുറത്ത് പോവരുത് കേട്ടോ. തീരെ പുറത്ത് പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഇത് ദമ്മിടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 15 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഇതൊന്ന് ദമ്മിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു ദമ്മിടുന്ന ബിരിയാണി പോട്ട് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു നോൺ സ്റ്റിക്ക് പാനോ പരന്ന ഒരു ചട്ടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെച്ച് കൊടുക്കാത്തത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആവുമ്പം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. പിന്നെ അപ്പം തന്നെ തുറന്ന് നോക്കാതെ നമുക്ക് എപ്പോഴാണോ സെർവ് ചെയ്യേണ്ടത് ആ സമയത്ത് തുറന്ന് നോക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം ഞങ്ങൾക്ക് കഴിക്കാനായ സമയത്താണ് കേട്ടോ തുറന്ന് നോക്കിയത്. അപ്പോൾ ബിരിയാണീനെ ആ ഒരു നല്ല പൊരിച്ച കോഴിയുടെയും ബിരിയാണിയുടെയൊക്കെ സ്മെല്ല് അങ്ങനെ അടിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല റൈസൊക്കെ ഒട്ടിപ്പിടിക്കാതെ നല്ല വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ വേവാത്ത കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് തന്നെയാണ്.
ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ആ ചിക്കനും റൈസും ഒരുമിച്ച് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇത് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റൈസൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു പൊരിച്ച കോഴിയുടെ ആ ഒരു മസാല ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു മസാലയാണ് നമുക്ക് ഇങ്ങനെ ചിക്കനും ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ കിട്ടുക. അപ്പോൾ ഞാൻ മസാല ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് റൈസ് ഇതിലോട്ട് തന്നെ ഇടാറാണ് എപ്പോഴും ചെയ്യാറുള്ളത്. കാരണം റൈസാണല്ലോ കുറച്ച് കൂടുതലുണ്ടാവുക. അപ്പോൾ ഈ ഒരു ബിരിയാണി പോട്ടിൽ ആ ഒരു റൈസ് ഇട്ടിട്ട് അടിയിലുള്ള ആ ഒരു മസാലയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കും. ആ മസാലയ്ക്കൊന്ന് എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് മസാല മൊത്തത്തിൽ വേറെ പാത്രത്തിലോട്ട് മാറ്റും. അടിയിൽ ജസ്റ്റ് പിടിച്ചിട്ടുള്ള മസാലയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഈ റൈസിലിങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു പൊരിച്ച കോഴി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ സാധാരണ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിക്കന് മുഴുവനായിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കലില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. ഇപ്പോൾ എയർ ഫ്രയറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാൻ പൊതുവേ സാധാരണ ഉണ്ടാക്കുമ്പോൾ എയർ ഫ്രയറിൽ ചിക്കന് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള സമയം കൊണ്ട് ആ ഒരു ഓയിലിട്ടിട്ട് ഉള്ളിയും കൂടി വറുത്തെടുക്കലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. കാരണം ഇവിടെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്ത് കാണിച്ചു തന്നത്. അപ്പോൾ എയർ ഫ്രയറിലുള്ളവർ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.